ചേച്ചി ഇവിടെ വന്ന് കരഞ്ഞിട്ട് എന്തോ കാര്യം? എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ വിഷമം ഞാൻ നിന്നോടെങ്കിലും ഒന്ന് പറഞ്ഞു തീർത്തോട്ടടി. നിങ്ങളുടെ മോളെന്തേ? അവള് പോയി. അവളെ വിളിച്ചു പറ. അവളെന്തോ ചെയ്യാനാ? ഈ ഏടാ കൂടെ എല്ലാം ഒപ്പിച്ചു വെച്ച അവളല്ലേ? വിളിച്ചു പറ, വന്നിട്ടെല്ലാം ക്ലിയർ ചെയ്ത് പോവാൻ. അറിഞ്ഞോ അറിയാതെയും ആർക്കും ഇങ്ങനെ ഒരു ഗതി കൊടുക്കല്ലേ എൻ്റെ തമ്പുരാനെ. ഇപ്പൊ ചേച്ചി എവിടെ താമസിക്കുന്നത്? ഞാൻ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു ചെറിയ വാടക വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വീടോ? അത് മൊത്തത്തിൽ 2 പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുത്തേക്കുവാ. 5 വർഷത്തെ എഗ്രിമെന്റ് എഴുതി. മോളത്തെ നിലയിൽ അപ്പൊ ചേച്ചി ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ വാടക എങ്ങനെ കൊടുക്കുന്നേ? അത് അവള് കൊടുക്കും. അല്ല, ഇതറിഞ്ഞപ്പോ അവളെന്ത് പറഞ്ഞു? അവളെന്തോ പറയാനാ, എൻ്റെ വിധി. ഇത് വിധിയല്ല, അഹങ്കാരം എന്ന് പറയും. അവള് കളിച്ചോണ്ട് വന്നവൻ്റെ കൂടെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവളെ ഇറക്കിയ ഒരു നമ്പറാണ് നിങ്ങളുടെയും കല്യാണം. എന്തായാലും അച്ഛൻ മരിച്ചു, എന്നാൽ അമ്മയ്ക്ക് ഒരു കൂട്ടിരിക്കട്ടെ എന്നും പറഞ്ഞ് അവൾ പറ്റിച്ച പണിയില്ലയോ ഇത്? എൻ്റെ അമ്മ എന്തൊക്കെയായിരുന്നു, സേവ് ദ ഡേറ്റ്, ഹൽദി എല്ലാം കൂടി ചേർത്ത് നിങ്ങളൊരു പുകയാക്കി ഒരുത്തന്നെ തല കെട്ടിവെച്ചല്ലോ. അതോ ആദ്യത്തെ കെട്ടിയോളെ തൊഴിച്ചോ ഇടിച്ചോ കൊന്നൊരു? ഇത് നാട്ടുകാർ പറയുന്നതാണ്. അല്ല, എവിടുന്ന് കിട്ടി ഇവനെ? മരുമോന്റെ കൂട്ടുകാരനാന്നാ പറഞ്ഞു. കയറി കിടക്കാനുള്ള വീടും 5 വർഷത്തേക്ക് ആർക്കോ എഴുതി കൊടുത്തിട്ട് അവൾ സ്വിറ്റ്സർലാൻഡിൽ പോയി. നിങ്ങൾക്കൊരു കൂട്ടാവശ്യമാണ്, പക്ഷെ നോക്കിയും കണ്ടും വലിയ പ്രകമ്പനമൊന്നും കൊള്ളിക്കാതെ പോരായിരുന്നു. ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ്. അച്ഛൻ ചത്ത അമ്മയും അമ്മ ചത്ത അച്ഛനെയും പിടിച്ച് കല്യാണം കഴിപ്പിക്കും. ഇതാ ഇപ്പോഴത്തെ മക്കളുടെ ട്രെൻഡ്. അതൊക്കെ നല്ലതാ, പക്ഷെ നിങ്ങളെപ്പോലെ ഇങ്ങനെ തേഞ്ഞൊട്ടി വരരുത്. പാമ്പിന്റെ ഘ്രാണശക്തിയുള്ള ചില മക്കളുടെ ലാഭക്കണക്കാണ് ഇങ്ങനെയുള്ള അച്ഛനമ്മ കല്യാണം. അതിൽ നിങ്ങളെപ്പോലുള്ള വകതിരിവില്ലാത്ത ചിലവർ വീഴും, അത്രേ ഉള്ളൂ.